ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഇൻട്രോ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മൈൻക്രാഫ്റ്റ് ലോക്ക്ഡൌണിന്റെ സമയത്ത് കണ്ടു തുടങ്ങിയ എല്ലാവർക്കും ഈ ഇൻട്രോ ഭയങ്കര അധികം ഫെമിലിയർ ആയിരിക്കും. സോ ദാറ്റ് വൈ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ടെൽറ്റൽ ബായും പുള്ളിക്കാരുടെ ചാനലിനെയും പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന് മുന്നേറ്റ സുധിയുടെ വീഡിയോക്ക് ഞാൻ ചിന്തിച്ചേ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. എന്നാൽ നമ്മുടെ വീഡിയോ കണ്ടതിൽ ജസ്റ്റ് 0.7% ആൾക്കാർ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫസ്റ്റ് ചാനലായിട്ടുള്ള RSOP ആണ് കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണത്. പക്ഷേ സെക്കൻഡ് ചാനലായിട്ടുള്ള RSOP വൈറ്റിലാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് ടെർട്ടിൽ ബൈ ആരാണെന്ന് നോക്കാം. ചാനൽ ഇത്രയും ഗ്രോത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ടെർട്ടിൽ ബൈ ചാനൽ നിർത്തിപ്പോയി? ടെർട്ടിൽ ബൈ ചാനൽ തുടങ്ങുന്നത് കറക്റ്റ് 2020 നവംബർ 8 ഫസ്റ്റ് വീഡിയോ ഇടുന്നതാണെങ്കിൽ നവംബർ 12, 2020. അതിന്റെ അർത്ഥം സുധിനക്കായി കറക്റ്റ് ഒരു വർഷം മുന്നേ തന്നെ ടെർട്ടിൽ ബൈ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുധിക്കും ടെർട്ടിൽ ബൈക്കും ഒരു ഫസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നു. സുധിയുടെ ഫസ്റ്റ് ചാനലിന്റെ പേര് സൂപ്പർ ലാഗി എന്നാണ്. അതിന്റെ അകത്ത് ഇപ്പൊ വീഡിയോസ് ഒന്നും ഇല്ല. ഇട്ടാർന്ന വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി അതിന്റെ അകത്ത് വോയിസ് ഇല്ലാത്ത ഇംഗ്ലീഷ് ഓഡിയൻസിന് വേണ്ടിയുള്ള വീഡിയോസ് ആണ് ഇട്ടോണ്ടിരുന്നത്. ഇതാണ് ടെർട്ടിൽ ബൈയുടെ ഫസ്റ്റ് ചാനല്. ഇതിന്റെ അകത്ത് ഇംഗ്ലീഷ് ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള വീഡിയോസ് ആണ് ഇട്ടോണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ചാനലിന്റെ കേസാണ് നോക്കുകയാണെങ്കിൽ ടെർട്ടിൽ ബൈ കറക്റ്റ് 2018 പുള്ളിക്കാരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സുധിയുടെ ഫസ്റ്റ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 2017 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ അർത്ഥം ഫസ്റ്റ് യൂട്യൂബിൽ വന്നത് സുധി ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ചാനൽ തുടങ്ങിയതും മലയാള കണ്ടന്റ് ഇട്ട് തുടങ്ങിയതും ടെർട്ടിൽ ബൈ ആണ്. സുധീനെ വെച്ച് നോക്കുമ്പോൾ ടെർട്ടിൽ ബൈ മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരുന്നത് കീബോർഡ് മൗസും അല്ലെങ്കിൽ PC വെച്ചിട്ടല്ല, ജസ്റ്റ് മൊബൈൽ ഫോണിലാണെന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഒക്കെ ടെർട്ടിൽ ബൈ ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് ഇട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ നേരെ ഹാർഡ് കോർ വീഡിയോസ് ഇടാൻ തുടങ്ങി. അവിടെ നിന്നാണ് പതുക്കെ ടെർട്ടിൽ ബൈക്ക് നല്ലൊരു ഓഡിയൻസ് കിട്ടി തുടങ്ങിയത്. പണ്ട് തൊട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, പണ്ട് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനില് ഹാർഡ് കോർ മോഡ് ഉണ്ടായിരുന്നില്ല. അന്ന് സെപ്പറേറ്റ് ആഡ് ഓണോ മോഡോ എന്തുകൊണ്ട് ആഡ് ചെയ്തിട്ടാണ് ടെർട്ടിൽ ബൈ ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനിൽ ആദ്യമായിട്ട് ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ട് ചെയ്തതും ടെർട്ടിൽ ബൈ ആയിരിക്കും. ടെർട്ടിൽ ബൈയുടെ തമ്പനയിൽ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് മലയാളി ഓഡിയൻസിന് കിട്ടാൻ പാകത്തിനുള്ള കറക്റ്റ് തമ്പനയിൽസ് ആയിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ഷോർട്സ് നോക്കുകയാണെങ്കിൽ ഒറ്റൊരു ഷോർട്സ് ഇട്ടുള്ളൂ. അതെന്താ നമുക്ക് നോക്കാം. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഷോർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കിയതായിരിക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. അടുത്തേ നമുക്ക് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കാം. ടെർട്ടിൽ ബൈയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. പുള്ളിക്കാരൻ്റെ ബയോയിൽ തന്നെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ കയറി ക്ലിക്ക് ചെയ്തു. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ടെർട്ടിൽ ബൈയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഏകദേശം 600 ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കേരളത്തിലെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മൈൻഡ് ബസ്റ്റേഴ്സിലും ടെർട്ടിൽ ബൈ ഉണ്ടായിരുന്നു. ഈവൻ സുധിയുടെ വീഡിയോ പോലും ഹീസ് ദേർ. അതുപോലെ മൈൻക്രാഫ്റ്റ് മലയാളം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിന്ന ഒരാളായിരുന്നു ടെർട്ടിൽ ബൈ. അതുപോലെ തന്നെ സുധി ഇപ്പോൾ അച്ചീവ്മെന്റ് ഹണ്ടിങ് ജാവ എഡിഷൻ ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് ബെഡ്റോക്ക് എഡിഷനിൽ ടെർട്ടിൽ ബൈ ചെയ്തിട്ടുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുകൂടാ, ഈ ഒരു സീരീസ് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യമേ അതായിരുന്നു. ഇതിന്റെ ഔട്ട്സൈഡ് ഞാൻ അലൗഡ് ആക്കിയതിന്റെ കാര്യമേ അതായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഗെയിമിനകത്തുള്ള അച്ചീവ്മെന്റ് ഉണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ ബേസ് ഗെയിമിനകത്തുള്ള എല്ലാ അച്ചീവ്മെന്റും ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. ഈ ഒരു സീരീസ് തീരുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു സ്കൈ ബ്ലോഗിനകത്ത് ചെയ്തതുപോലെ തന്നെ ഈ ഒരു കേവിനകത്തോട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. ഇനി നമുക്ക് ടെർട്ടിൽ ബൈയുടെ വേർഷൻ നോക്കാം. നമ്മൾ ഇതിനകത്തൊരു ലക്ഷ്യം വെച്ചിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് മുമ്പിൽ നിന്ന് മാറാനിറക്കാം. നമ്മളെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇൻവേൾഡ് അച്ചീവ്മെൻറ്റ്സ്, അത് നമ്മൾ ഇൻവേൾഡല്ല, നമ്മുടെ ഗെയിമിന് മൊത്തത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഈ ലെറ്റ്സ് പ്ലേ സീരീസിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. കാരണം ജാവ എഡിഷൻ കളിക്കുന്നവരും ബെഡ്റോക്ക് എഡിഷൻ കളിക്കുന്നവരും രണ്ട് തരത്തിലുള്ള അച്ചീവ്മെന്റ്സ് ആണ്. ജാവ എഡിഷനിലാണെങ്കിൽ ഇൻ ഗെയിം അച്ചീവ്മെന്റ്സ് ആണ്, ബെഡ്റോക്ക് എഡിഷനിൽ അക്കൗണ്ടിലുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കും. നമ്മൾ ടെർട്ടിൽ ബൈനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ടെർട്ടിൽ ബൈ അവസാനമായിട്ട് വീഡിയോ ഇട്ടത് 4 വർഷം മുന്നേ ആണ്. സർക്കിളിൽ ടെർട്ടിൽ ബൈ എവിടെ പോയി? ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ടെർട്ടിൽ ബൈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പുള്ളിക്കാരൻ്റെ മോട്ടിവേഷൻ പോയെന്നാണ്. മേ ബി 2 or 3 ഇയേഴ്സിനുള്ളിൽ വരും എന്നും പറയണ്ട. അതിൻ്റെ അകത്ത് അത് 4 വർഷം മുന്നേ ഇട്ട പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം മുന്നേ ഞാൻ അവിടെ ജീവനോട് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന എത്ര പേര് ടെർട്ടിൽ ബൈ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കണമെന്ന് അറിയില്ല. പക്ഷെ ആഗ്രഹിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഈ വീഡിയോയുടെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോ ആയിട്ട് റീലായിട്ടോ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പ്രീമിയം മൈൻക്രാഫ്റ്റ് തമ്പനെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലത്തെ പ്രീമിയം ക്വാളിറ്റി തമ്പനെയിൽസ് ആയാലും നമ്മൾ കൊടുക്കുക. നിങ്ങൾ നമ്മുടെ കുറച്ച് വർക്ക് കണ്ടിട്ട് പോയോ?
അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്കൗണ്ടിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ പല കണ്ടൻസും നമ്മൾ ആ ഡിസ്കൗണ്ട് ചാനലിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കണ്ടവരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, നമ്മൾ എത്ര പേര് നമ്മൾ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ സൂൺ.